بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 202 വല്ലൈൽ സൂറത്തിൽ നിന്നുള്ള ഏതാനും ആയത്തുകളാണ് എടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖൽ ദക്കറ വൽ ഉൻസാ ഇന്ന സഅയകും ലശത്താ فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. 6 ആയത്തുകളാണ് ഇപ്പോൾ 7 ആയത്തുകളാണ് ഇപ്പോൾ ഓതിയത്. ഇതിൻ്റെ സാധാരണ പോലെ ഇതിൻ്റെ ഒറ്റവാക്കർത്ഥവും ആശയവും വിവരിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വല്ലൈലി, രാത്രിയെ തന്നെ സത്യം. ഇദാ യഗ്ശ, അത് ആകമാനം ഇരുട്ട് മൂടുന്ന സന്ദർഭത്തിൽ. ഇദാ ബിദുന്നതിഹിൽ കൗൻ, പ്രപഞ്ചത്തെ ആകമാനം അതിൻ്റെ ഇരുട്ട് കൊണ്ട് മൂടിക്കളയും. അങ്ങനെ മൂടുമ്പോൾ എന്നാണ് ഇദാ യഗ്ശ എന്ന് പറഞ്ഞത്. വല്ലൈലി, രാത്രിയെ തന്നെ സത്യം. അല്ലാഹു സത്യം ചെയ്യുകയാണ്. സത്യം ചെയ്യാൻ കണ്ടമാനം ആയത്തുകളിൽ നമ്മൾ സത്യത്തിന് ഉപയോഗിച്ച പദങ്ങളും മറ്റുമുണ്ട്. ഇവിടെ രാത്രിയെ കൊണ്ടാണ് സത്യം ചെയ്യുന്നത്. ഇദാ യഗ്ശ, ആ രാത്രി മൂടുമ്പോൾ, അതായത് ഇരുട്ടുകൊണ്ട് ശക്തിയായ ഇരുട്ടുകൊണ്ട് പ്രപഞ്ചത്തെ ആകമാനം മൂടിക്കളയും. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലാകെ പകല് പോയിട്ട് രാത്രിയായി കിട്ടും. അത് എത്ര മണിക്കൂറുകളാണെങ്കിൽ അത്രയും മണിക്കൂറുകൾ ഏറ്റ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ പ്രതിഭാസം, ഈ രാത്രിയാവുക പകലാവുക എന്നുള്ള പ്രതിഭാസം പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യന് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. രാത്രിയായാൽ എല്ലാ ജീവനുള്ള വസ്തുക്കളും, മനുഷ്യനും മൃഗങ്ങളും ഇഴജന്തുക്കളും എല്ലാം തന്നെ അതിൻ്റെ മാളങ്ങളിലേക്ക് പോയി അവിടെ വിശ്രമിക്കുന്ന സന്ദർഭമാണ് രാത്രി. അപ്പോൾ പകലാണെങ്കിൽ നമ്മൾ പറയും, ഇപ്പോൾ അടുത്ത ആയത്തിൽ പറയും. അപ്പോൾ വല്ലൈലി ഇദാ യഗ്ശ, രാത്രിയെ തന്നെ സത്യം. അത് രാത്രിയെ അതിൻ്റെ ഇരുട്ടുകൊണ്ട് പ്രപഞ്ചത്തെ ആകമാനം മൂടുമ്പോൾ ഇദാ യഗ്ശ. വന്നഹാരി, പകലിനെ തന്നെ സത്യം. ഇദാ തജല്ല, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. പകല് പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകത്തെ ആകമാനം, പ്രപഞ്ചത്തെ ആകമാനം പ്രകാശിപ്പിക്കുന്ന നിലയിലായിത്തീരും. മുഫസ്സിറുകൾ പറയുന്നത് രാത്രിയെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു. കാരണം ആ രാത്രി എല്ലാ സൃഷ്ടികളും, എല്ലാ ഇഴജന്തുക്കളും, എല്ലാ മൃഗങ്ങളും, മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കളും, ജീവജാലങ്ങൾ അതിൻ്റെ മാളങ്ങളിലേക്ക്, അതിൻ്റെ വീടുകളിലേക്ക് അഭയം പ്രാപിക്കുന്ന സന്ദർഭമാണ്. പിന്നെ അല്ലാഹു തആല സത്യം ചെയ്തത് പകലിനെ കൊണ്ടാണ്. ആ പകലെന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ഈ ജീവജാലങ്ങൾ മുഴുവനും അവരുടെ ഉപജീവനത്തിനുള്ള വഴികൾ ചിന്തിച്ചു നടപ്പിലാക്കുന്ന സന്ദർഭമാണ്.
അപ്പോൾ പകലും രാത്രിയും മനുഷ്യനെ സംബന്ധിച്ച്, ജീവജാലങ്ങളെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട രണ്ട് ഐറ്റമാണ്. പകൽ മാത്രമാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ പലതുമുണ്ട്, രാത്രി മാത്രമാണെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്. പകലും രാത്രിയും ഇങ്ങനെ തുടർന്ന് വരുന്നതിൽ അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്തുണ്ട്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ആയത്ത് വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ, വമാ ഖലഖ അവൻ സൃഷ്ടിച്ച, വമാ ഖലഖ, വമാ ചിലരെ തന്നെ സത്യം, മണ്ണിൻ്റെ അർത്ഥം മൺ എന്നുള്ള അർത്ഥം. ഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അദ്ദക്കര പുരുഷനെ, വൽ ഉൻസ സ്ത്രീയെയും. അപ്പോൾ വമ എന്ന് പറഞ്ഞാൽ ഇവിടെ മാ മൗസൂലയാണ്. മൗസൂലയ്ക്ക് അല്ലതി എന്ന അർത്ഥം. അല്ലതി എന്ന് പറഞ്ഞാൽ ആക്കലിലും പറയാം, വൈറാക്കലിലും പറയാം. ഇവിടെ വമാ ഒരുത്തനെ തന്നെ സത്യം, ഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നതക്കര പുരുഷനെയും വെള്ളംസ സ്ത്രീയെയും. അപ്പോൾ സ്ത്രീയെയും പുരുഷനെയും ഒരു സൃഷ്ടിച്ചവനാരാ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് തന്നെ സത്യം ചെയ്യുക. അഖ്സമ ബിൽ ഖാദിറിൽ അദീം അല്ലദീ ഖലഖ സിൻഫൈ ദക്കർ, ഏറ്റവും ശക്തനായ സർവശക്തനായ അള്ളാഹുവാണ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്, ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് സൃഷ്ടിച്ചത് എന്നുള്ള ഒരു മീനിങ്ങാണ് ഇവിടെ വരുന്നത്. അതിൽ നിന്നുള്ള ഒരു മനസ്സിലാക്കാവുന്ന ഒരർത്ഥമാണ് അള്ളാഹുവിനെ കൊണ്ട് തന്നെ സത്യം ചെയ്യുക എന്നുള്ളത്. ഈ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? ഒരു ഇന്ദ്രിയ ബീജത്തിൽ നിന്ന്. ഇന്ദ്രിയ ബീജത്തിലുള്ള ഘടകങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഘടകങ്ങൾക്ക് സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസമല്ല. അത് ഒരേ തരം ബീജങ്ങൾ തന്നെ. അതിൽ നിന്ന് അള്ളാഹു ആണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കുകയാണ്. ആ പുരുഷ ബീജം സ്ത്രീ ബീജം രണ്ടും കൂടി ചേരുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നുകൊണ്ട് ആണ് എന്നൊക്കെ അതിന് ശാസ്ത്ര നിരീക്ഷണങ്ങളുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു അത് സൃഷ്ടിക്കുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ കഴിവാണ്. ഒമാ ഖലഖ ദക്കറ ഒരുത്തനെ തന്നെ സത്യം, ഖലഖ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ദക്കറ പുരുഷനെയും വൽ സ്ത്രീയെയും. അവർ സ്ത്രീകളെയും പുരുഷനെയും സൃഷ്ടിക്കുന്നത് ഇന്ദ്രിയ ബീജത്തിൽ നിന്ന്. ഇന്ദ്രിയ ബീജത്തിന് പ്രത്യേകമായ യാതൊരു സവിശേഷതയും ഇല്ലാതെ, ആണ് പെണ്ണ് എന്നുള്ള സവിശേഷതയൊന്നുമില്ലാതെ അതിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്ത്. പിന്നെ നാലാമത്തെ ആയത്ത് ഇന്നസായക്കും ദശത്ത, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദശത്ത അത് വളരെ വിഭിന്നമായതാണ്. ഇവിടെ ഇത് ഖസ്മിന്റെ ജവാബാണ്. ഖസ്മ് സത്യം ചെയ്തിട്ട് പറയുന്നത് എന്താ? അള്ളാഹുവിനെ തന്നെ സത്യം, രാത്രിയെ തന്നെ സത്യം, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നമാണ്. നിങ്ങളിൽ ഭയഭക്തിയുള്ള ആളുകളുണ്ട്, നിങ്ങളിൽ ഭയഭക്തി ഇല്ലാത്ത ദുഷ്ടന്മാരായ ആളുകളുണ്ട്, നിങ്ങളിൽ സജ്ജനങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്, നിങ്ങളിൽ ദുർജനങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വിഭിന്നങ്ങളായ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് നിങ്ങൾ ഈ നിലയിൽ ഈ പറഞ്ഞ 4 വിഭാഗമായി തീരും. അപ്പോ അതുകൊണ്ട് അപ്പോൾ ഒരുത്തൻ ആയത്ത അവന്റെ ധനം അവൻ ചെലവഴിച്ചിട്ടുണ്ട്. എവിടെ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ അള്ളാഹുവിൻ്റെ വചനം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ്റെ ധനം അവൻ ചെലവഴിച്ചിട്ടുണ്ട്. വത്തഖ അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മാമൻ അൻഫഖ മാലഹു എന്നർത്ഥം. അമ്മാമൻ അൻഫഖ മാലഹു ഇബ്തിഗാഇല്ല, അള്ളാഹുവിൻ്റെ വചനം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ്റെ ധനം അവൻ ചെലവഴിച്ചിട്ടുണ്ട്. വത്തഖ റബ്ബഹു റബ്ബിനെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്.
അള്ളാഹുവിൻ്റെ അടുക്കൽ തെറ്റായ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാതെ നല്ല നിലയിൽ അവൻ ജീവിക്കുകയാണ്. അവൻ്റെ ധനം അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവ് ചെയ്യുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് വിട്ടുനിൽക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന്, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തുകൊണ്ട് അവൻ ജീവിക്കുക. അങ്ങനെയുള്ള മനുഷ്യര് അമ്മാമൻ ആയത്ത വത്തക്ക. ആയത്ത എന്ന് പറഞ്ഞാൽ അവൻ്റെ ധനം ചെലവഴിച്ചു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, വത്തക്ക അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഫസനുയസ്സിറുഹു അവന് നാം തയ്യാർ ചെയ്തു കൊടുക്കും. എന്തിന്? ഖൈറിനെ പ്രവർത്തിക്കുവാൻ വേണ്ടി അവൻ്റെ വഴികളെല്ലാം എളുപ്പമാക്കി കൊടുക്കും. ഫസനുയസ്സിറുഹു അവന് ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള. അപ്പോൾ അള്ളാഹുവിന് താഴത്തുകളും മുഹറമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള തൗഫീഖും ഇതെല്ലാം അവന് ലഭ്യമാവും. ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. ഫസനുയസ്സിറുഹു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പിന്നെ, നുയസ്സിറുഹു അവന് നാം എളുപ്പമാക്കി കൊടുക്കും, തയ്യാർ ചെയ്തു കൊടുക്കും ഖൈറ് പ്രവർത്തിക്കുവാൻ വേണ്ടി. ലിൽ യുസ്റ അവന് നാം എളുപ്പമാക്കി കൊടുക്കും കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യുവാൻ വേണ്ടി. ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. ഇനി വമ്മാമൻ ബഖില വസ്തഗ്ന. വമ്മാമൻ അപ്പോൾ ചിലർ ബഖില അവൻ ലുബ്ധനാണ്, ലുബ്ധത കാണിക്കുകയാണ്. എപ്പോഴും പണം ചെലവഴിക്കുന്നിടത്ത് അവന് വലിയ പിശുക്ക് കാണിക്കുകയാണ്. ബഖില എന്ന് പറഞ്ഞാൽ പിശുക്ക് കാണിച്ചു എന്നാണ്. ഇങ്ങനെ പിശുക്ക് കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവൻ വസ്തഗ്ന അവന് അള്ളാഹുവിലേക്കൊന്നും ആവശ്യമില്ല എന്ന് നടിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അള്ളാഹുവിന് ഇബാദത്തെടുക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അവന് ഒരു ആവശ്യമില്ല എന്നുള്ള നിലയിൽ ജീവിക്കുകയാണ്. വകദബ അവൻ തള്ളിപ്പറയുകയുമാണ്, നിഷേധിച്ച് തള്ളുകയുമാണ്, കളവാക്കുകയാണ്. ബിൽ ഹുസ്ന ഏറ്റവും മെച്ചപ്പെട്ട കാര്യത്തെ, അഥവാ സ്വർഗത്തെ അവൻ കളവാക്കും. അപ്പോൾ ഫസനുയസ്സിറുഹു അവന് നാം പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ അതാണ് അവന് നാം തയ്യാർ ചെയ്തു കൊടുക്കുക. അവൻ്റെ കാര്യങ്ങൾക്ക് വളരെ പ്രയാസമായിരിക്കും. ഫസനുയസ്സിറുഹു ലിൽ യുസ്റ. പ്രയാസമായ കാര്യങ്ങൾക്ക് അവന് നാം വേണ്ടുന്നത് തയ്യാർ ചെയ്തു കൊടുക്കും എന്നർത്ഥം. ഇവിടെ മുഫസ്സിറുകൾ പറയുന്നത് സുമ്മിയ തരീഖത്തുൽ ഖൈരി യുസ്റ. ഖൈറിൻ്റെ വഴിക്ക് യുസ്ർ എന്ന് പേര് വെച്ചു. കാരണം ആഖിബത്തുഹൽ യുസ്ർ, അതിൻ്റെ പര്യവസാനം എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ അതെന്താണോ ദുഖൂലുൽ ജന്ന, സ്വർഗത്തിൽ കടക്കലാണ്. എളുപ്പമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞത് ഖൈറായ വഴിയാണ്. ആ ഖൈറായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള വഴികൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമ്പോൾ അതിനാലുണ്ടാകുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കലാണ്. അപ്പോൾ ദുഖൂലുൽ ജന്ന ദാറുൻ നഈം, എല്ലാ നിഅമത്തുകളുടെയും ദേഹമാകുന്ന സ്വർഗത്തിൽ കടക്കുക എന്നുള്ളതാണ്. സുമ്മിയ തരീഖത്തു ഷർരി, ഷർറിൻ്റെ വഴിയെ എനിക്ക് പേര് വെച്ചു എന്തെന്ന് അൽ യുസ്റ, ഞെരുക്കമുള്ളത് എന്ന് പേര് വെച്ചു. അതെന്താ ഞെരുക്കം? വയദുഖൂലുൽ ജഹീം, നരകത്തിൽ കടക്കലാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്, പടച്ചവൻ നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കട്ടെ, സ്വർഗത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നരകത്തിൽ നിന്ന് നമ്മളെ വിമുക്തമാക്കുകയും സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള സൗകര്യമുള്ള ചെയ്തതിനും ചെയ്യും. അതാണ് എളുപ്പമുള്ള വഴി. വിഷമമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഷർറിൻ്റെ വഴിയാണ്. അത് നരകത്തിൽ പ്രവേശിക്കുന്നത്. 10 ആയത്തുകളാണ് ഇപ്പോൾ എടുത്തത്. ഇത് ഈ 202-ാമത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.
അതോടൊപ്പം ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ മുമ്പ് പറയുന്നത് പോലെ തന്നെ ഓരോ ആൾക്കെങ്കിലും നമ്മളുടെ ഈ ദൗത്യം എത്തിക്കാൻ കഴിഞ്ഞാൽ അവന് അള്ളാഹു കഴിയുന്ന എല്ലാ പ്രതിഫലവും നൽകും. കാരണം അത്രയും മഹത്വമേറിയതാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ വെച്ച് ഉത്തമന്മാർ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പ്രായോഗികമായിട്ടും അത് 100% പ്രായോഗികമാക്കാൻ നമ്മൾ തയ്യാറ് ആവണം. അത് വളരെയധികം നമ്മളുടെ പാരത്രിക ജീവിതത്തിന് അള്ളാഹു ഗുണം ചെയ്യുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത 11 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.